സച്ചി രാവിലെ ഓട്ടം പോയിരിക്കാണ് കേട്ടോ. ശ്രുതി പതിവ് പോലെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പാർലറിലേക്ക് പോയ ശ്രുതിയാണെങ്കിൽ അമ്മ വിളിക്കുന്നുണ്ട്. ആദിക്ക് സുഖയില്ല, നീ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞ് വിളിക്കാണ്. അമ്മേ, എനിക്കിവിടെ കസ്റ്റമർ ഉണ്ട്, എനിക്കിപ്പോ വരാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ നിനക്ക് കസ്റ്റമർ ആണോ നിന്റെ മകനാണോ മുഖ്യം എന്ന് ചോദിക്കാണ്. അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ ഒരു ഓട്ടോ പിടിച്ചു പോ, ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. ഞാൻ കുറെ ഓട്ടോയൊക്കെ വിളിച്ചു, കിട്ടുന്നില്ല, അതുകൊണ്ട് നിന്നെ വിളിച്ച് എന്ന് പറയുന്നുണ്ട്. അമ്മ അങ്ങോട്ട് ഇറങ്ങി നിൽക്ക്, അപ്പോഴേക്കും വണ്ടി വരും. ഇപ്പോ ഒരു NRI കസ്റ്റമറാ, ഞാൻ അവരെ എങ്ങനെ ഏൽപ്പിച്ചിട്ട് വരും? പകുതിക്ക് ഇട്ട് വന്നാ പിന്നെ അത് ശരിയാവില്ല. അവരെങ്ങാനും കൊണ്ട് കേസ് വല്ലതും കൊടുത്താൽ അതും പ്രശ്നമാകും. ഇതൊക്കെ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്തെങ്കിലും കാണിക്ക് എന്നും പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അമ്മ അങ്ങനെ വഴിയോരത്ത് ആദ്യം കൊണ്ടുപോയി നിൽക്കാണ്. ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ടൊന്നും ഓട്ടോ നിർത്തുന്നില്ല കേട്ടോ. അപ്പോഴായിരിക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി ഇവരെ കാണുന്നുണ്ട്. അത് ആദ്യം അമ്മയല്ലേ എന്ന് ഓർക്കാണ്. അവർ അടുത്തുകൊണ്ട് വണ്ടി നിർത്താണ്. സച്ചിയെ കണ്ടപാടെ ഒന്ന് ഞെട്ടുന്നുണ്ട് അമ്മയും ആദ്യം. സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങോട്ട് പോവാ? അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാന്ന് പോവാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ആദ്യമോന് സുഖമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കേറ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിടാന്ന് പറയുമ്പോ വേണ്ട, ഞാൻ ഓട്ടോ കാത്ത് നിൽക്കാണ്, ഓട്ടോ വന്നിട്ട് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അടുത്തല്ലേ ഹോസ്പിറ്റല്, ഞാൻ കൊണ്ട് ആക്കിത്തരാം, 5 മിനിറ്റ് മതിയല്ലോ, നിങ്ങൾ എന്തിനാ പിന്നെ ഓട്ടോ വിളിച്ച് ബുദ്ധിമുട്ടുന്നേ? അവനാണെങ്കിലോ ഇതാ തീരെ വയ്യ, അവന്റെ മുഖമല്ല നല്ല ക്ഷീണമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവരെയും കൂട്ടി കണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വണ്ടിയിരിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് നല്ല പേടിയുണ്ട്. എങ്ങാനും സച്ചി കണ്ടുപിടിക്കുന്നൊരു പേടിയാണ് ഈ അമ്മയ്ക്കും ആ മോനും. ആദ്യോട് ആദ്യാണെങ്കിലോ കുഴഞ്ഞു പോകുന്നത് സച്ചി കാണുന്നുണ്ട്. ഇത്ര വയ്യാഞ്ഞിട്ട് പോലും നിങ്ങൾ എന്താ എന്നെ ഒന്ന് വിളിച്ചറിയിക്കാഞ്ഞത്? ഞാനൊക്കെ നിങ്ങൾ അന്യനെ പോലെയാണോ കണക്കാക്കുന്നത്? ഞാൻ അത്രയും വന്ന് സഹായിച്ചതല്ലേ, അപ്പൊ എന്നെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ പറയാണ്, അല്ല എപ്പോഴും നിങ്ങളെയൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഓർത്തിട്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മോന്, പിന്നെ ഇത്ര അടുത്തല്ലേ ഹോസ്പിറ്റല്, അതുകൊണ്ട് രാവിലെ കൊണ്ടുവന്ന് ഞാൻ കരുതി. അല്ല, ഈ കുട്ടിയുടെ അമ്മ ഇതുവരെ വരാറായില്ലേ? വന്നൊന്ന് കണ്ടിട്ട് പോയെന്നെങ്കിൽ ഈ മോനത്രയ്ക്ക് സമാധാനാവില്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. അമ്മയെ വിളിച്ചിട്ടുണ്ട്, അവൾ ഈ ആഴ്ച തന്നെ വരുമെന്നാ പറഞ്ഞത്. ആണോ? എങ്കിലേ അവരെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് വരണം കേട്ടോ. വന്നേക്കാം എന്നും പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാണ് സച്ചി. അങ്ങനെ ആദ്യം കൂട്ടി അമ്മ അകത്തേക്ക് പോകുമ്പോ സച്ചി ചോദിക്കാണ്, ഞാൻ വരണോ അമ്മയും ചോദിക്കുമ്പം വേണ്ട, അവന് പനിയല്ലേ ഉള്ളൂ, ഞാൻ കാണിച്ചോളാം, എനിക്ക് ഒരു ഓട്ടോ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വന്നേനെ, സാരയില്ല പോയിക്കോന്നും പറഞ്ഞിട്ട് സച്ചിനെ അവർ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടുന്ന് ഓട്ടത്തിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ പോയി ഓട്ടോ ഒക്കെ കഴിയാറാവുന്നുണ്ട്. ഈ സമയത്ത് ആ അമ്മയാണെങ്കിൽ കൊണ്ടുപോയിട്ട് അവനെ ആശുപത്രിയിൽ കാണിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴേക്കും ആദിക്ക് നല്ല പനിയായിരിക്കും കേട്ടോ, ഹെവി പനിയായിരിക്കും. അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഈ കാര്യം വിളിച്ച് അമ്മയാണെങ്കിൽ അവളോടും പറയാണ് ശ്രുതിയോട്. ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്താ അഡ്മിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഇതിപ്പോ കഴിയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ശ്രുതി ഫോൺ വെക്കുന്നുണ്ട്. അമ്മയാണെങ്കിലോ അവന് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാം അവന്റെ അടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ചോദിക്കാണ്, എന്റെ അമ്മ ഇപ്പൊ എന്നെ കാണാൻ വരൂ എന്ന് ചോദിക്കുമ്പോൾ വരും മോനെ, മോൻ വിഷമിക്കാതെ എന്നും പറഞ്ഞ് അവള് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദിനെ ഒന്ന് കണ്ടു വരാം, രാവിലെ അവന് തീരെ സുഖമില്ലായിരുന്നല്ലോ, എന്തായാലും ഒന്നുപോയി കണ്ടു വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ശ്രുതിയാണെങ്കിലോ ബ്യൂട്ടി പാർലറിൽ നിന്നും അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നിറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ശ്രുതിനെ സച്ചി കാണുന്നുണ്ട്. അല്ല, ഇവളെന്താ ഇവിടെ എന്ന് ആലോചിക്കാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിലോ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. സച്ചി ഇവളെ ഫോളോ ചെയ്ത് ഇവളുടെ പിന്നാലെ തന്നെ പോവാണ്. അങ്ങനെ ആദിയുടെ മുറിയുടെ വാതിക്കൽ ചെല്ലാണ് ശ്രുതി. ഈ സമയത്ത് സച്ചിയുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ശ്രുതി അറിയുന്നില്ല കേട്ടോ. ശ്രുതി അകത്തേക്ക് കയറുമ്പോഴേക്കും അമ്മ വന്നോന്ന് ചോദിച്ച് ആദ്യം ചാടി എഴുന്നേക്കുന്നുണ്ട്. അയ്യോ, മോന് സുഖമില്ലാത്തല്ലേ, മോൻ കിടന്നോ, അമ്മയ്ക്ക് ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മ വരാഞ്ഞേ എന്ന് പറയുന്നുണ്ട്. സാരമില്ല, എങ്കിലും എന്റെ അമ്മയിപ്പം എന്നെ കാണാൻ വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവളെ മുറിയിലേക്ക് കയറിയതും ഇവൾ ആരെ കാണാൻ വന്നെന്നറിയാൻ വേണ്ടിട്ട് സച്ചി അവളുടെ പിന്നാലെ വന്ന് പതിയെ ഡോറ് തുറന്ന് നോക്കാണ്. അപ്പോഴാണ്
ഈ ആദിനെയും അവന്റെ അമ്മേനെയും കാണുന്നത്. സച്ചി ഓർക്കാണ് അന്നും ഇതുപോലെ തന്നെ ആദ്യം അഡ്മിറ്റ് ചെയ്തപ്പോ ഇവൾ ഓടി വന്നിരുന്നല്ലോ. നമ്മളെ കണ്ടപ്പോ മറ്റെന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. ശരിക്കും ഇവള് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് സച്ചി പതിയെ അവിടുന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആദ്യമാണെങ്കില് അമ്മ ഇനി എന്നാ എന്റെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അമ്മ എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ അരികിലേക്ക് വരാം, കുറച്ചൊരു സാവകാശം ഈ അമ്മയ്ക്ക് താ എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ്. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് അവന്റെ ക്യാമറ ഓണാക്കി അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇവനിപ്പോ പനി കൂടാൻ കാരണം തന്നെ നീയാണെങ്കിലോ 3-4 ദിവസമായി ഒന്ന് വന്നിട്ട് അവനെന്ന് കണ്ടിട്ട്. അവനാണെങ്കിലോ എപ്പോഴും നിന്റെ ചിന്തയാ, അമ്മ എന്താ വരാത്തെ, എന്നെ കാണാത്തെ, എന്നെ ഇഷ്ടമില്ലെന്നൊക്കെയാ അവൻ ചോദിക്കുന്നത്. അങ്ങനെ ഇന്നലെ മൊത്തം നിന്റെ കാര്യം പറിച്ചില്ലായിരുന്നു. അമ്മേനൊന്ന് കാണണം പറഞ്ഞിരിക്കായിരുന്നു. അതാ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ നിനക്ക് വരാൻ പറ്റില്ല, നിന്റെ അമ്മായിമ്മ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളും നീ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ച് ശല്യപ്പെടുത്താന്. രാത്രിയായപ്പം അവന് നല്ല സങ്കടമായി. അങ്ങനെ അവന് പനി കൂടിയത് എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, എടാ അമ്മ ഇപ്പോ ഗൾഫിലെങ്ങാനാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ കാണാൻ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്ന് മോൻ കരുതിയാ മതി. അമ്മയ്ക്ക് ജോലിയുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റൊരു വീട്ടിലമ്മ ജോലിയാന്ന്. ആ വീട്ടില് എത്രയും പെട്ടെന്ന് മോന്റെ കാര്യം അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം മോനെ അമ്മ കൊണ്ടുപോയിക്കാളാട്ടോ എന്നൊക്കെ പറയാണ്. അമ്മ എന്നാ പറയണ എന്റെ കാര്യം, എനിക്കാണെങ്കിലോ അമ്മയുടെ കൂടെ നിൽക്കാൻ കൊതിയായിട്ട് വയ്യ എന്ന് പറയുന്നുണ്ട്. മോൻ വിഷമിക്കാതെ എത്രയും പെട്ടെന്ന് അമ്മ മോനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം എന്ന് ശ്രുതി പറയാണ്. അപ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോ നിന്റെ അമ്മായിമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിന്റെ മലേഷ്യക്കാരൻ അച്ഛന്റെ കാര്യമൊക്കെ എന്ത് പറഞ്ഞു? അതൊക്കെ ഞാൻ എഴുത്തിൽ പറഞ്ഞൊപ്പിച്ചു വെച്ചിരിക്കാണ്. എന്റെ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നേ. കൊള്ളാം, കള്ളങ്ങളുടെ മേലെ കള്ളം പറഞ്ഞ് എത്ര കാലം നീയോട് നിൽക്കും കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചി ഓർക്കാണ്, ഈശ്വര ഇവളുടെ പേര് പോലും യഥാർത്ഥമല്ലേ, പേര് കല്യാണി എന്നാണോ എന്ന് ആലോചിക്കാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അമ്മയ്ക്കറിയാലോ എന്റെ ജീവിതമൊക്കെ. എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കൂടെ എനിക്ക് ജീവിതച്ചേ പറ്റുള്ളൂ. ശ്രുതിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങും പോകാൻ പോണില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി ശ്രുതിയെ വിട്ട് പോകാൻ പോണില്ല എന്ന് പറയുന്നുണ്ട്. അമ്മ ചോദിക്കാണ്, അല്ല ഈ കാര്യങ്ങളെങ്ങാണം നിന്റെ വീട്ടുകാർ അറിഞ്ഞാലോ? വീട്ടുകാരറിഞ്ഞ പിന്നെ എല്ലാം തീരും. എന്റെ അമ്മായിമ്മയുണ്ട്, ഒരു ഭദ്രകാളിയാ. അവരെങ്ങാനും അറിഞ്ഞാലേ എല്ലാം അവസാനിക്കും. അതോടെ ഞാൻ വലിയ കാശുകാരാണെന്ന് പറഞ്ഞ് എന്നെ തലയെ കൊണ്ട് ചിറക്കാണ്. കാശില്ലാന്ന് പറഞ്ഞിട്ടാ ആ രേവതി അവരോട്ട് അത്രയ്ക്കും ഉപദ്രവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും രേവതി ഒരു പാവല്ലേ. ആ വീട്ടിലെ എല്ലാ ജോലിയും ആ പാവത്തിനെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത്. പൂവിക്കാൻ പോകുന്നതും ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ വലിയ പാവം, അവള് കാരണ എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത്. അവളും അവളുടെ ഒരു കെട്ടിയനുണ്ട്, ഒരുത്തൻ, ഒരു കുടിയൻ. അവൻ കാരണമാണ് ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അവന് വായടക്കി വെച്ച് മര്യാദയ്ക്ക് ഇരുന്നുണ്ടാ. എപ്പോഴും എന്റെ കാര്യങ്ങൾ ഓരോന്ന് അന്വേഷിക്കില്ല അവന്റെ പണി. അച്ഛന്റെ കാര്യം പറഞ്ഞു പോലും ഞാൻ ആ ബിരിയാണി ഇറക്കിയപ്പം അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയോ? അത് എന്റെ അച്ഛൻ തന്നെയാണോ, ജയിലിലാണോ, എങ്കിപ്പോയി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയെന്നറിയോ? ഒരു വിധത്തിലാ ഞാൻ അതൊക്കെ സോൾവ് ചെയ്തത്. എത്ര കാലം മോളിങ്ങനെ പിടിച്ചു നിൽക്കും മോളെ, ഇങ്ങനെ കള്ളത്തിലൊക്കെ പറഞ്ഞിരുന്നാല്? ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളം പറയേണ്ടി വരും എന്ന് അമ്മ പറയുമ്പം, അമ്മേ ഇതെന്റെ ജീവിതമാണ്. ഒരു കല്യാണം നടത്താൻ 1000 കള്ളം പറയാനാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഞാനും കുറെ കള്ളം പറഞ്ഞു. ആ കള്ളം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പിന്നെ പാവുക, അവൻ എന്നെക്കുറിച്ച് അന്വേഷിക്കാറോ ചോദിക്കാറോ ഒന്നുമില്ല. അതുകൊണ്ടാ ഞാൻ ജീവിച്ചു പോന്നേ. ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ ഒരു ബിസിനസ് തുടങ്ങിയെന്ന്. എന്തായാലും ആ ബിസിനസ്സോട് കൂടിയിട്ട് ഇപ്പൊ നല്ല ലാഭം ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയൊക്കെ കുറച്ച് മാറ്റിയിട്ട് വേണം കുറെ കാശ് കൊടുത്ത് ആ അമ്മായിമ്മ ഒതുക്കാൻ എന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും മോളെ എല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്. എനിക്കിന്നലെ നല്ല പേടിയുണ്ട് മോളുടെ കാര്യത്തില്. എങ്ങാണോ അറിഞ്ഞ് മോളെ അവിടെ നിന്ന് ഇറക്കിയിട്ടാ പിന്നെ മോൾ ഇവിടെ ജീവിക്കേണ്ടി വരില്ലേ? ഇല്ലമ്മേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരേണ്ടി വന്നാൽ ഞാൻ എന്റെ സുധിയം കൊണ്ടേ വരുള്ളൂ. എനിക്കൊരു ജോലിയുണ്ട്, സുധിക്ക് ബിസിനസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ഓർക്കാതെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാം. പക്ഷെ സുധി ഇപ്പൊ അവിടുന്ന് അറുത്തിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതുകൊണ്ടാ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് സുധി പറയാണ്. അപ്പോഴേക്കും ആദ്യം ചോദിക്കാണ്, അമ്മ എന്നോട്ട് പോവാണോ? മോനെ, അമ്മയ്ക്ക് ഓഫീസിൽ നല്ല ജോലിയില്ലേ?
അതുകൊണ്ടല്ലേ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അമ്മ പോണുള്ളൂ. അമ്മയ്ക്ക് കോള് വരുമ്പം അമ്മയ്ക്ക് പോണം. മോനെ അമ്മ വന്ന് കണ്ടില്ലേ, ഇനിയിപ്പോ മോന്റെ പനിയൊക്കെ മാറിക്കൊള്ളൂ കേട്ടോ. മോൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അമ്മാമ്മയുണ്ടല്ലോ കൂടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ തന്നെ ഇരിക്കായിരിക്കും. ഈ സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സച്ചി ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ട് കാറിങ്ങ വന്ന് നിൽക്കുന്നുണ്ട്. പെരുങ്കള്ളി. അപ്പം രേവതിയുടെ സംശയമൊക്കെ സത്യമായിരുന്നല്ലേ? രേവതി അത് ഇവനോട് നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ശ്രുതിക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ടെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ആദ്യമായിട്ടെന്തോ ബന്ധമുണ്ടെന്നും ഒക്കെ രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ സച്ചി ആലോചിച്ച് നോക്കാണ്. അപ്പൊ രേവതി പറഞ്ഞത് സത്യമായ കാര്യം തന്നെയാ. ഇവള് നേരത്തെ വിവാഹം കഴിച്ചതാ, അതിലൊരു കുട്ടിയുണ്ട്, അതാണ് ആദി. അവളുടെ സംശയമൊക്കെ ശരിയായിരുന്നു എന്നൊക്കെ സച്ചി ആലോചിക്കാണ്. ഈ കാര്യം എങ്ങനെയായാലും വീട്ടിൽ പോയി അറിയിക്കണം, മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും അവള് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അത് മറച്ചു വെച്ചുകൊണ്ട് എല്ലാരെയും എന്ത് നൈസായിട്ട് അവളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. പൊട്ടനായ ഒരു കെട്ടിയവനും ഒരു പണക്കൊതി മൂത്ത ഒരമ്മായിമയും, പിന്നെ അവക്കെല്ലാം എളുപ്പമായിരുന്നല്ലോ. ഞാനും രേവതി മാത്രമാണ് അവളെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരുന്നത്. എന്തായാലും അതിന്റെ പേരില് എന്നെ അവൾ ഒരുപാട് ഉപദ്രവിച്ചു. ഈ ഒരു വീഡിയോ എന്തായാലും അത്യാവശ്യ, അവളുടെ എല്ലാ കള്ളത്തരങ്ങളും ഇനിയും പൊലയാൻ പോവാ എന്നൊക്കെ സച്ചി ഓർക്കുന്നുണ്ട്. സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് ആരോടും ഒന്നും പറയാതിരിക്കാണ്. രേവതി ചോദിക്കുന്നുണ്ട്, ആഹാ സച്ചിയുടെ നേരത്തെ വന്നോ? പിന്നെ ഞാൻ നേരത്തെ വന്നു. അല്ല, പൗഡർ എടുത്തിയും അവളുടെ കെട്ടിയും ബിസിനസ്സുകാരൊന്നും വരാറായില്ലേ? അറിയില്ല സച്ചിയേട്ടാ, അവർ 6 മണിയൊക്കെ കഴിയുമ്പോഴല്ലേ വരുള്ളൂ. അച്ഛൻ ചോദിക്കുകയാണ്, എന്താടാ എന്താ കാര്യം? നീ നേരത്തെ വന്ന് ഹാളിൽ തന്നെ ഇരിപ്പുറപ്പിച്ചാണല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ, എല്ലാവരും വന്നിട്ടേ എനിക്ക് ഒരു കാര്യം കാണിക്കണം എല്ലാവരെയും. എന്താടാ എന്ത് കാര്യം കാണിക്കാനാ? അതൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും അതുപോലെ നമ്മുടെ ശ്രുതിയും എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനും ചന്ദ്രയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്താടാ നീ എന്തോ കാണിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ശ്രുതി പൗഡർ എടുത്തി ഇവിടെ വന്നിരുന്നേ എന്ന് പറയുന്നുണ്ട്. എന്താടാ എന്താ കാര്യം ചോദിക്കാണ്. അതൊക്കെയുണ്ട്, പുതിയ റിലീസായ സിനിമയാ. എനിക്കിപ്പോ സിനിമ കാണാനുള്ള സമയമൊന്നുമില്ല, ഞങ്ങള് ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. എനിക്ക് ഞാൻ ടയേർഡാ, എനിക്കിത് കിടക്കണം എന്നൊക്കെ ശ്രുതി പറയുമ്പം ഇത് കണ്ടുപോയി കിടന്നോ, കൂടുതലൊന്നുമില്ല, 1 മിനിറ്റേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവന്റെ ഫോണിൽ നിന്നും ആ ടിവിയിലേക്ക് ആ ഒരു രംഗങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് ഓടിത്തുടങ്ങുന്നുണ്ട് കേട്ടോ. ആദ്യോട് അമ്മ വന്നല്ലോ, ഇനി മോൻ പേടിക്കണ്ടെന്നൊക്കെ ശ്രുതി പറഞ്ഞതൊക്കെ കേട്ട് ശ്രുതി തന്നെ ചാടി എഴുന്നേക്കാണ്. അവൾ ആകെപ്പാടെ ഞെട്ടി വേർക്കുന്നുണ്ട്. ഇത് കണ്ടപാടെ എല്ലാവരും ചാടി ചാടി എഴുന്നേക്കാണ്. ആരും എഴുന്നേക്കല്ലേ, ഇരിക്കിരിക്ക്, ഇത് മൊത്തം കാണ്, എന്താണ് സംഭവിച്ചതൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അമ്മായിമ്മ രാക്ഷസിയാണെന്ന് പറഞ്ഞതും സച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതും നേരത്തെ വിവാഹം കഴിച്ചതാണെന്നും അതുപോലെ തന്നെ ആദ്യ സ്വന്തം മകനാണെന്നും എല്ലാ കാര്യങ്ങളും അവൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അതെല്ലാം തന്നെ അവിടെ പ്ലേ ആവുന്നുണ്ട്. ഇത് കേട്ടപാടെ ചന്ദ്ര ഓടി വന്ന് നമ്മുടെ ശ്രുതിക്കിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. എന്താടി കാണുന്നതൊക്കെ എന്ന് ചോദിക്കാണ്. അമ്മേ അത് പിന്നെ എന്ന് പറയുമ്പം മിണ്ടി പോകരുത്, നീ ഒന്ന് പ്രസവിച്ചതാണോടി എന്ന് ചോദിക്കാണ്. ആരോടി സത്യം പാടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ട തലമുടിച്ച് നിൽക്കാണ്. ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ആണോ ശ്രുതി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നിന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞാണോ? നിനക്കൊരു കൊച്ചുണ്ടോ? ആദ്യം പറഞ്ഞ കുട്ടി നിന്റെ ആണോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഒന്നും മിണ്ടാ നിൽക്കാണ് ശ്രുതി. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശ്രുതി എല്ലാരും ചോദിക്കുന്നത് കേട്ടില്ലേ, മറുപടി പറ, നിന്റെ കുട്ടിയാണോ ആദി എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കാൽക്കൽ വീഴുന്നുണ്ട് ശ്രുതി. ശ്രുതി ദയവ് ചെയ്ത് നീ എന്നെ ഉപേക്ഷിക്കരുത്, നീ എന്നെ ഡിവോഴ്സ് ചെയ്യരുത്, സത്യങ്ങളെല്ലാം ഞാൻ പറയാം, എന്റെ മകനാണ് ആദി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ ഞെട്ടിന്ന് എല്ലാവരും ഒന്നുകൂടി ഞെട്ടുന്നുണ്ട് കേട്ടോ. ചന്ദ്രയുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. വർഷയും ശ്രീകാന്തും രേവതിയും എല്ലാവരും ആകപ്പാട് ഷോക്കായി നിൽക്കാണ്. ചന്ദ്ര അവളുടെ മുടിക്കൊത്തിന് പിടിച്ച് എണീപ്പിക്കുന്നുണ്ട്. എന്താടി പറഞ്ഞത്, നിന്റെ കൊച്ചാണെന്നോ? അപ്പൊ നിന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാണോടി, നീ പ്രസവിച്ചാണോടി എന്ന് ചോദിക്കാണ്. അമ്മേ വിട്, എന്നോട് ക്ഷമിക്കണം, അതെ പറഞ്ഞ സത്യമാണ്, ഞാന് നേരത്തെ വിവാഹം കഴിച്ചാണ് എന്ന് പറയുന്നുണ്ട്. എന്താടി പറഞ്ഞതെന്ന് ചോദിച്ച് ചന്ദ്രൻ അവളെ തലങ്ങുമ്പോഴേക്കും രേവതി ഓടി ഒന്ന് പിടിക്കുന്നുണ്ട്.
അമ്മ എന്തായി കാണുമെന്ന് ചോദിക്കാണ്. മാറി നിൽക്കടി അങ്ങോട്ടേക്ക് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷയും വരുന്നുണ്ട്. അമ്മേ, ഒരു പെണ്ണിനെ ഇങ്ങനെ കയ്യേറ്റം ചെയ്താലേ അമ്മ ജയിലിൽ കിടക്കേണ്ട വരും, അതിന് എന്ത് തെറ്റ് ചെയ്താലും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവളെ കാണിച്ച തെറ്റിന് ഞാൻ പിടിച്ചാൽ ഉമ്മ വെക്കണോ എന്ന് ചോദിക്കാണ് ചന്ദ്ര. ശ്രുതിയാണെങ്കിലോ ആകെപ്പാടെ കരഞ്ഞറിഞ്ഞിരിക്കാണ്. ശ്രുതി പിന്നെ പറയണ്ടല്ലോ, അവന് ആകെപ്പാടെ തകർന്ന അവസ്ഥയിൽ സെറ്റ് പോയിരിക്കുന്നുണ്ട്. ശ്രുതിയുടെ കാൽക്കലിപ്പ് വീണുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, വിവാഹത്തിന് അന്ന് രാവിലെ നിന്നോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ, പക്ഷെ നീ ഇതൊന്നും കേട്ടില്ല. അന്ന് അത് പറയാൻ വേണ്ടിട്ടാണ് സച്ചിന്റെ കാറിൽ കയറിയിട്ട് നവീന് അങ്ങോട്ടേക്ക് വന്നത്. ശ്രുതി, എനിക്കിതിന് ഒരുപാട് ഇഷ്ടമായിരുന്നു, നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ലായിരുന്നു. 18 വയസ്സിന് മുമ്പാ എന്റെ അമ്മ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ആ ജീവിതം നരകതുല്യായിരുന്നു. അയാളും മരിച്ചുപോയി. അതിനുശേഷമാണ് ഞാന് ഒറ്റതിരിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. എന്റെ മോനെ ഓർത്ത് മാത്രമാണ് ഞാൻ ജീവിച്ചത് പോലും. അങ്ങനെ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ച് നല്ല രീതിക്ക് ഞാൻ ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് വരികയായിരുന്നു. അപ്പോഴാ യാദൃശ്യമായിട്ട് നിന്നെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. നിന്നെ കണ്ടപ്പോ ശ്രുതി എനിക്ക് മറ്റൊന്നും തോന്നിയില്ല, നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് മാത്രമേ തോന്നിയുള്ളൂ. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ചന്ദ്ര ചോദിക്കാണ്, നീ എന്താടി പറഞ്ഞേ? ഇഷ്ടം കൊണ്ടാണെന്നോ? ഇഷ്ടം കൊണ്ടാണോ നീ എന്റെ മോനെ ചതിച്ചത്? ഒരു വിവാഹം കഴിച്ച് അതിലൊരു കൊച്ചുള്ള കാര്യവും മറച്ചു വെച്ച് എന്റെ മോനെ വശീകരിച്ച് അവള് വിവാഹം കഴിച്ചെന്ന് പോരാഞ്ഞിട്ട് അവള് ന്യായം പറഞ്ഞു ഇങ്ങോട്ട് വാടി ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ് ചന്ദ്ര. ശ്രുതി ഒന്നും ഉണ്ടാകാതെ സെറ്റിൽ തന്നെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും ചന്ദ്രന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. വിടമ്മ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും പിന്നാലെ ഓടുകയാണ്. ചന്ദ്ര ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അവളെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഗേറ്റിനുള്ളിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് അവൾ പറയുന്നുണ്ട്, ഇനി മേലാൽ ഈ പടി ചവിട്ടി പോയരുത്. നീയും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലും പറഞ്ഞ് നീ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ, നീ കല്യാണം മറച്ചു വെച്ച് എന്റെ മകനെ മനഃപൂർവ്വം പറ്റിച്ചെന്നും പറഞ്ഞ് ഞാൻ ഒരു കേസ് അങ്ങോട്ട് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള കാലവേ നിനക്ക് നിന്റെ അമ്മയ്ക്കും നിന്റെ മോനും ഒക്കെ ജയിലിൽ കിടക്കാം. മേലാൽ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത് എന്നും പറഞ്ഞിട്ട് ചന്ദ്ര ഗേറ്റ് അടച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. രേവതിക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിൻ എന്ത് പണിയെ കാണിച്ചത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് ചോദിക്കാണ്. പിന്നെ അവള് കാണിക്കുന്ന കള്ളത്തിലൊക്കെ കണ്ടുകൊണ്ട് മിണ്ടായിരിക്കണമെന്നാണ് നീ പറയുന്നേ, അതിനെ എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ അകത്ത് ആകപ്പാട് തകർന്നടിഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ പറയുന്നുണ്ട്, ചേട്ടന് ഇതുവരെ സംശയം തോന്നിയില്ലേന്ന് ചോദിക്കുമ്പോ, ഇല്ലടാ, ഒരു സംശയം തോന്നിയില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടല്ലേ അവൾ എന്നെ പറ്റിച്ചത് എന്ന് ചോദിക്കാണ്. ശ്രുതിയാണെങ്കിലോ ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് ആ ഗേറ്റിന്റെ വാതിൽക്കൽ ഇങ്ങനെ ഇരിക്കായിരിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ വിഷമിച്ച് അവൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി നല്ല കരച്ചിലാണ്. ഇനി എന്തായാലും ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ശ്രുതി കരഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ബാക്കി എല്ലാവരും കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീട്ടിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.